ജോലി കിട്ടുന്നിടം വരെ ജോലി കിട്ടുന്നില്ലല്ലോ എന്നുള്ള ടെൻഷനായി. അവസാനം ജോലി കിട്ടിയപ്പോഴത്തേക്ക് പഠിത്തവും ജോലിയും കുക്കിങ്ങും ജിമ്മും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് തലയുടെ റിലേ പോയി. അങ്ങനെ ഇനിയും എൻ്റെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പ്രാന്താവുമെന്ന് മനസ്സിലായതോടുകൂടി എൻ്റെ ഹസ്ബൻഡ് എന്നെ ഒരു ദിവസം വെളിയിലേക്ക് കൊണ്ടുപോയി. വെളിയിൽ നമ്മൾ ലുലുവിൽ പോകാൻ നോക്കിയതാണ്. പക്ഷേ ലുലുവിൽ കയറാൻ പോകുന്നതിന് മുന്നേ നമ്മൾ പെറ്റ് ഷോപ്പ് കണ്ട്. പെറ്റ് ഷോപ്പ് എവിടെ കണ്ടാലും ഞാൻ ചാടി വീഴും. ഇത് നമ്മുടെ കണാരൻ്റെ കുടുംബത്തിലുള്ള വേറെ ഏതോ ഇനമാണ്. കണാരൻ, ഡ്വാർഫ് സൈബീരിയനും പിന്നെ ഇവരുടെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. ഹാംസ്റ്റേഴ്സിൻ്റെ കാര്യമാണ്. അപ്പോൾ അവനൊരു കൂട് മേടിച്ചാലോ എന്ന് മനസ്സിൽ നമുക്ക് കുറേ നാളുകൊണ്ടുണ്ട് കൂട് മേടിക്കാനായിട്ട് കയറിയത്. പക്ഷേ ഇവിടെ കുറച്ചധികം എക്സ്പെൻസീവാണെന്ന് നമുക്ക് തോന്നി. അതുകൊണ്ട് പിന്നെ നമ്മൾ കൂട് കുറേയൊക്കെ നോക്കിയിങ്ങനെ നമ്മൾ പിന്നെയും വേറെ ഓപ്ഷൻസ് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ ഉള്ളവൻ്റെ കൂട് ചെറുതാണ്. അങ്ങനെ പിന്നെ അവിടെ കുറേ ആൾക്കാരെയൊക്കെ കണ്ടു. ചെക്കൻ കണ്ടോ ഭയങ്കര ഗൗരവം. അടുത്തോട്ട് വിളിച്ചിട്ട് അവൻ വന്നില്ല. പിന്നെ ഇവ എന്നെ കണ്ടപാടി ചാടി വെളി വന്ന് കൈയൊക്കെ എടുത്ത് പുറത്തിട്ട് ഞാൻ അങ്ങനെ അവനെ തൊടിയൊക്കെ ചെയ്ത്. പക്ഷേ എനിക്കിവനെ കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കൊണ്ടുപോയാൽ നമ്മൾ നാട്ടിൽ പോയാൽ നോക്കാൻ ആരും കാണത്തില്ല. ഇവനാണെങ്കിൽ മിണ്ടാണ്ട് ഒരു മൂലയ്ക്ക് അടങ്ങിയിരുന്നതാണ്. ഇപ്പോഴാണ് ഒന്ന് ആക്റ്റീവായി. അത് അവനെ ഇപ്പോൾ അവസാനം കാണിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലുലുവിൽ പോയി. ഞാൻ ഇവിടുത്തെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് പുതിയ ബ്രാൻഡ് ട്രൈ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയിട്ട് റിസർച്ച് ചെയ്തിട്ട് ഞാൻ എടുക്കാമെന്ന് വെച്ചാൽ നിങ്ങൾ എത്ര പേര് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റോ അല്ലെങ്കിൽ അതിനെന്തോരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടോ എന്ന് നോക്കുന്നവരുണ്ട്. നമ്മൾ ദയവ് ചെയ്തത് നോക്കണം. കാരണം മാർക്കറ്റിൽ കുറേ പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്. നമുക്ക് നോക്കാൻ കൂടെ ആണ് അവർ ആ ഇൻഗ്രീഡിയൻസ് ഇൻഫർമേഷൻ തരുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കി മാക്സിമം നമ്മൾ പ്രിക്കോഷൻ എടുക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ. നമുക്കിനി കണ്ടിന്യൂസ് ആയിട്ട് കാണാം.